ശ്രദ്ധിക്കാം. അതിപരിശുദ്ധനായ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത നാമത്തിന് സ്തോത്രം. ഈ പ്രത്യേക ദിവസവും നമുക്കൊരുമിച്ച് ദൈവത്തിന്റെ വചനം പഠിക്കേണ്ടതിന് അവിടുത്തെ പാദങ്ങളിലേക്ക് വരുവാൻ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഈ വെർച്വൽ പ്ലാറ്റ്ഫോമിൽ ഇടയായല്ലോ. ദൈവം സഹായിച്ചല്ലോ. സ്തോത്രം. നമ്മയും നമുക്കുള്ളവരെയും ചാരത്തും ദൂരത്തുമായി പല രാജ്യങ്ങളിലും പല ഭൂഖണ്ഡങ്ങളിലുമായി പരിപാലിക്കുന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം. നാമുമൊക്കെ അങ്ങനെ ആയിരിക്കുന്നല്ലോ. ദൈവത്തിന്റെ കാവലും കരുതലും തുടർന്നും അനുഭവിപ്പാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. സ്തോത്രം. കൂടപ്പെട്ട ബഹുമാന്യരായ കർത്തൃശുശ്രൂഷകന്മാർക്കും യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ വിലകളായ വിശുദ്ധന്മാർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ യേശുനാഥന്റെ നാമത്തിൽ നേരുന്നു. നാം ഒരുമിച്ചുള്ള ഈ ആത്മീയ സംഗമം നമ്മുടെ കർത്താവായ യേശുവിന്റെ വരവിനായി നമ്മെ ഒരുക്കുന്നതാകുവാൻ പിന്നെയും ഇടവരട്ടെ എന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. പരസ്പരം നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കുവാൻ ദൈവം സഹായിക്കുന്നു. ആയതിനായി സ്തോത്രം. നമ്മുടെ ഈ പഠനം നാം അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടുന്നതിന് കാരണമായി തീരട്ടെ. നമ്മുടെ ആന്തരിക മനുഷ്യന്റെ അക്ഷയഭൂഷണമായ അലങ്കാരത്തിന് ഇത് മുഖാന്തരമാകട്ടെ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ തന്നെ നാം ശരീരത്തിൽ സ്വസ്ഥതയും ശാന്തതയും സൗഖ്യവും മനസ്സിൽ സമാധാനവും ആത്മാവിൽ ഉത്തേജനവും ഒക്കെ പ്രാപിപ്പാൻ നമ്മുടെ ഈ കൂടിവരവ് കാരണമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെയും കൂട്ടായ്മയ്ക്ക് ഞാൻ വിശേഷാൽ ദൈവത്തിന് സ്തോത്രവും നിങ്ങളേവർക്കും നന്ദിയും അറിയിക്കുന്നു. നമുക്ക് ദൈവവചനത്തിലേക്ക് ശ്രദ്ധയെ കൊണ്ടുപോകാം. എബ്രായ ലേഖനം 2-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യമാണ് നമ്മുടെ ചിന്താവിഷയം. ഒന്നുകൂടെ നമുക്ക് ആ വാക്യം വായിക്കാമല്ലോ. Hebrews 2:10. For it became him for whom are all things, and by whom are all things, in bringing many sons unto glory, to make the captain of their salvation perfect through sufferings. Praise God. നമ്മൾ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് ഈ വാക്യത്തെ ദുരുപദേശ ഖണ്ഡനത്തിനു വേണ്ടി അപ്പോസ്തലൻ ഉപയോഗിക്കുകയായിരുന്നു എന്ന് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആവർത്തിക്കുന്നു. The apostle was using this particular verse, Hebrews 2:10, to refute couple of heretical teachings. Heretical teachings about even about God, creation, agents of creation, and rather the Messiah, the suffering Messiah. ഇവിടെ അപ്പോസ്തലൻ ഈ കൊച്ചു വാക്യത്തിനകത്ത് വിവിധ തരത്തിലുള്ള ദുരുപദേശങ്ങളെ
ഖണ്ഡിക്കുകയാണ് ചെയ്യുന്നത്. വിവിധ തരത്തിലുള്ള ദുരുപദേശ ഖണ്ഡനം അപ്പോസ്തലൻ ഇവിടെ നടത്തുന്നുണ്ട്. അതില് മശിഹായെ കുറിച്ചുള്ള ദുരുപദേശ ഖണ്ഡനമാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരുന്നത്. ഇനിയും നമുക്ക് ചില കാര്യങ്ങൾ കൂടെ അതിൽ കാണാനും ഉണ്ട്. അതുകൂടാതെ ദൈവത്തെക്കുറിച്ച് നോസ്റ്റിക് ചിന്താഗതി, ജ്ഞാനവാദികളുടെ ജ്ഞാനവാദം, നോസ്റ്റിസിസം എന്ന് പറയുന്ന ഒരു തത്വചിന്ത അന്ന് നിലനിന്നിരുന്നു. നോസ്റ്റിസിസം, ജ്ഞാനവാദം എന്ന ഒരു തത്വചിന്ത, എ ഫിലോസോഫിക്കൽ സ്കൂൾ കോൾഡ് നോസ്റ്റിസിസം. ആ ജ്ഞാനവാദം എന്ന് പറയുന്ന തത്വചിന്തയിൽ ദൈവത്തെക്കുറിച്ചുള്ള പഠിപ്പീര് വേദപുസ്തക ഉപദേശവുമായി യോജിക്കാത്തതാണ്. അതിനെ ഇവിടെ അപ്പോസ്തലൻ ഖണ്ഡിക്കുന്നു. 2, സൃഷ്ടിയെ സംബന്ധിച്ച്, സൃഷ്ടികർമ്മം, സൃഷ്ടിപ്പിനെ സംബന്ധിച്ചും ഈ ജ്ഞാനവാദികൾ ഉൾപ്പെടെയുള്ള പല തത്വചിന്തകളുടെയും ഉപദേശങ്ങൾ വേദപുസ്തകത്തിന് നിരക്കാത്തതാണ്. അവയുടെ ഖണ്ഡനവും ഈ വാക്യത്തിനകത്തുണ്ട്. 3, സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് ദൈവം ഉപയോഗിച്ചു എന്ന് അവർ കരുതുന്ന ഏജന്റ് ഓർ ഏജന്റ്സ് ഓഫ് ക്രിയേഷൻ, സൃഷ്ടി നടത്താൻ ദൈവം ഉപയോഗിച്ച ചില മാധ്യമങ്ങളെ കുറിച്ച് അവർ പറയാറുണ്ട്. അതിനെ സംബന്ധിച്ചും ആ ദുരുപദേശങ്ങളെ ഈ കൊച്ചു വാക്യത്തിനകത്ത് അപ്പോസ്തലൻ മുറിച്ചു മാറ്റുകയാണ്. പിന്നീടാണ് മശിഹായെ സംബന്ധിച്ചുള്ളത്. നമ്മൾ അതേക്കുറിച്ച് പഠിച്ചു വരികയായിരുന്നു. എന്താണ് ജ്ഞാനവാദികൾ ദൈവത്തെക്കുറിച്ച് പറയുന്നത്? ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് 1-2 കാര്യങ്ങൾ മാത്രം ഞാൻ ഒന്ന് ഓർപ്പിക്കാം. സ്തോത്രം. ജ്ഞാനവാദികൾ എന്ന് പറയുന്ന നോസ്റ്റിക്സ് എന്ന് വിളിക്കപ്പെടുന്നവർ, അവര് ഈ ദൈവത്തെക്കുറിച്ച് പറയുന്നത് ദൈവം അങ്ങ് ട്രാൻസെൻഡന്റ് ആണ്, സൃഷ്ടികളിൽ നിന്നൊക്കെ ഒത്തിരി അകന്ന്, സൃഷ്ടികളോട് വലിയ അടുപ്പമില്ലാത്ത സർവാതിശായിയായ ദൈവമാണ്. ദൈവത്തിന് സൃഷ്ടിക്കപ്പെട്ട ലോകവുമായി ഇന്റിമസി പാടില്ല, അടുപ്പം സാധ്യമല്ല. അതുകൊണ്ട് ദൈവത്തിന് നേരിട്ട് സൃഷ്ടിയുമായിട്ട് ബന്ധമില്ല. ഇതാണ് ജ്ഞാനവാദികളുടെ പൊതുവായ ദൈവത്തെക്കുറിച്ചുള്ള സങ്കല്പം, ഉപദേശം. എന്നാൽ ഇവിടെ അപ്പോസ്തലൻ പറയുന്നു സകലത്തിനും ലാക്കും, സകലത്തിനും കാരണഭൂതനുമായ ദൈവം. സ്തോത്രം. സകലത്തിനും ലാക്കും, സകലത്തിനും കാരണഭൂതനുമായ ദൈവം. സ്തോത്രം. എന്ന് വെച്ചാൽ ദൈവമാണ് ഈ പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവ്. ദൈവത്തിന് ഈ സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചവുമായി നേരിട്ട് ബന്ധമുണ്ട്. അതുകൊണ്ട് ജ്ഞാനവാദികൾ പറയുന്ന ദൈവമല്ല ബൈബിളിലെ ദൈവം. നമ്മൾ പല സമയത്തും ഗൗരവത്തോടെ ചിന്തിച്ചിട്ടുള്ള ആ ഭാഗം ഞാൻ ഒന്നും കൂടെ ആവർത്തിക്കുന്നതിൽ ക്ഷമിക്കുക.
ലോകത്തിലുള്ള ദൈവസങ്കല്പങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് വേദപുസ്തകത്തിലെ ദൈവിക ആശയം, ദൈവം എന്ന വിഷയം, ദൈവം എന്ന വ്യക്തി. സ്തോത്രം. നമ്മൾ കഴിഞ്ഞ ആഴ്ചയും രക്ഷയും പാപവും ഒക്കെയായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള വ്യത്യസ്തത ചിന്തിച്ചിരുന്നല്ലോ, മനസ്സിലാക്കിയിരുന്നല്ലോ. അപ്പോൾ ലോകത്തിൽ, ലോക മതങ്ങളിൽ, ലോകത്തിൻ്റെ തത്വചിന്തകളിൽ, നിരീശ്വരവാദത്തിൽ പോലും ദൈവസങ്കല്പങ്ങൾ വ്യത്യസ്തമാണ്. Imageries of God, they are different in different religions, in different philosophies. They are quite different. Moreover, different from the biblical teaching. The biblical concept of God is quite unique from all of the other concepts or imageries of God. അതുകൊണ്ട് ദൈവമെന്ന് കേട്ടാൽ ഉടനെ വേദപുസ്തകം പറയുന്ന ദൈവമാണെന്നൊന്നും ആരും തെറ്റിദ്ധരിച്ചേക്കരുത്. സ്തോത്രം. നമ്മൾ പണ്ടും അതിനു വേണ്ടിയാണ് ചോദിച്ചിട്ടുള്ളത്. വളരെ ലളിതമായി നമ്മുടെ ആൾക്കാരും പലരും തെറ്റിദ്ധരിക്കുന്ന ഒരു വിഷയം, ഖുറാനിലെ അല്ലെങ്കിൽ ഖുറാനിലെ അല്ലായും ബൈബിളിലെ ദൈവവും ഒന്നാണോ? ഖുറാനിലെ ഈസായും ബൈബിളിലെ യേശുവും ഒരാളാണോ? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണത്. അല്ല എന്ന ഉത്തരം നമ്മൾ കാര്യകാരണ സഹിതം കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ ലോകത്തിൽ പല തരത്തിലുള്ള ദൈവസങ്കല്പങ്ങളാണുള്ളത്. സങ്കല്പങ്ങളാണ്, ഇമാജറീസ് ആണ് അതെല്ലാം. സ്തോത്രം. അതെല്ലാം ശരിയാകണമെന്നില്ല. പിന്നെ ഒരു കാര്യത്തിൽ മാത്രം നമുക്ക് ഒരു യൂണിഫോമിറ്റി, ഏകാത്മകതയുണ്ട്. ദൈവം എന്ന ഒരു ആശയം ഈ മതങ്ങളിലും തത്വചിന്തകളിലുമൊക്കെ ഉണ്ടല്ലോ എന്നുള്ളത് മാത്രം. വികലമോ വിഭിന്നമോ ആണ് ചിന്താഗതികളെങ്കിലും ദൈവം എന്ന ഒരു വ്യക്തിയെക്കുറിച്ച് അവരൊക്കെ പല നിലകളിലായാലും വിശ്വസിക്കുന്നു എന്നത് ഒരു ദൈവബോധത്തിന്റെ തെളിവാണ്. അതുമാത്രം നമുക്ക് ആശാസ്യകരമാണ്. അപ്പോൾ ഇവിടെ പറയുന്ന എബ്രായർ 2:10 ദൈവ ആശയം, ദൈവത്തെക്കുറിച്ച് പറഞ്ഞത് സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനും ദൈവമാണെന്നാണ്. ദൈവം നേരിട്ട് ഇടപെട്ടതാണ് സൃഷ്ടികർമ്മം. ഈ കാണുന്ന പ്രപഞ്ചം ദൈവത്തിൻ്റെ കരവിരുതാണ്. ദൈവത്തിൽ നിന്നാണ് ഇവയെല്ലാം ഉത്ഭവിച്ചിരിക്കുന്നത്. എല്ലാറ്റിനും കാരണഭൂതൻ ദൈവം എന്ന് ഇവിടെ ഉറപ്പിച്ചു പറയുന്നു. ജ്ഞാനവാദത്തെ ഖണ്ഡിക്കുന്നു. 2, സകലവും ദൈവത്തിങ്കലേക്കത്രേ. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനും. സകലത്തിനും ലാക്ക്, എല്ലാറ്റിൻ്റെയും ആത്യന്തിക ലക്ഷ്യം ദൈവമാണ്. എല്ലാം ദൈവത്തിനു വേണ്ടിയും ദൈവത്തിങ്കലേക്കുമാണ്. ഈ ആശയത്തിലൂടെ
ജ്ഞാനവാദത്തെയും അപ്രകാരമുള്ള തത്വചിന്തകളെയും അപ്പോസ്തലൻ മുറിച്ചു മാറ്റുന്നു. നമ്മുടെ ദൈവത്തിന് സൃഷ്ടിയുമായി നേരിട്ട് ബന്ധമുണ്ട്. എല്ലാറ്റിൻ്റെയും ഉറവിടം അവിടുന്നാണ് എന്ന് പറയുന്നു. രണ്ടാമത്തെ കാര്യം, ഈ ജ്ഞാനവാദികൾ പറയുന്നത് ദൈവം അങ്ങ് സൃഷ്ടിയിൽ നിന്ന് അകന്നു നിൽക്കുന്നത് കൊണ്ട് ഈ സൃഷ്ടി ചെയ്യാൻ ദൈവം ദൈവത്തെക്കാൾ താണ സെമി ഗോഡ്സ്, അർത്ഥദൈവങ്ങളെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അത്രേ. അപ്പോൾ സൃഷ്ടി ചെയ്തത് ദൈവമല്ല. നേരിട്ട് സൃഷ്ടിയുമായി ദൈവത്തിന് ബന്ധമില്ല, ബന്ധപ്പെടാൻ കഴിയില്ല. കാരണം ദൈവം ആത്മാവാണ്. ഈ സൃഷ്ടി അശുദ്ധമാണ്, ഈവിളാണ്. ബിക്കോസ് ഗാഡ് ഈസ് സ്പിരിറ്റ് and the creation or the created world is evil, God cannot have a direct relationship with the created world. This is what they teach. But this verse, they're refuting the true doctrine, defending true doctrine and refuting the heresy by stating God is directly involved in creation. The second thing they claim, they say, they teach, they declare that the creation was carried out by some agents of creation. Between God and the created world, they are not fully gods. They are called semi-gods. Semi-gods. അപ്പൊ ദൈവത്തിന് നേരിട്ട് സൃഷ്ടിയുമായി ബന്ധപ്പെടാൻ കഴിയില്ല. സൃഷ്ടി വസ്തുവാണ്, മാറ്ററാണ്. അതുകൊണ്ട് അത് ഈവിൾ, അത് പാപപരമാണ്, അശുദ്ധമാണ്. അതിനാൽ ദൈവത്തിന് നേരിട്ട് ഈ പ്രപഞ്ചവുമായി ബന്ധമില്ല. അക്കാരണത്താൽ തന്നെ ഈ സൃഷ്ടി നടത്തിയത് ദൈവത്തിനും സൃഷ്ടിക്കും ഇടയിലുള്ള ചില ഇടനിലക്കാരാണ്. അവ പൂർണ്ണ ദൈവങ്ങളല്ല, പകുതി ദൈവങ്ങൾ, അർത്ഥദൈവങ്ങളാ, സെമി ഗോഡ്സ് ആണ്. അതുകൊണ്ട് അവര് പറഞ്ഞു, യേശുക്രിസ്തു മുഖാന്തരമാണ് ദൈവം ഈ സൃഷ്ടി നടത്തിയത് എങ്കിൽ നിങ്ങൾ പറയുന്ന യേശു ആരല്ല? ദൈവമല്ല. ദൈവമല്ല. He is just a semi-god. യേശു വെറും ഒരു അർത്ഥദൈവം മാത്രം. എന്നാൽ ഇവിടെ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെയും യേശുക്രിസ്തുവിന്റെ മഹത്വത്തെയും എടുത്തു കാണിച്ചുകൊണ്ട് ആ ചിന്താഗതിയെയും ആ ദുരുപദേശത്തെയും അപ്പോസ്തലൻ ഖണ്ഡിക്കുന്നു. സ്തോത്രം. 1-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടിരുന്നു. 1-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം നമുക്കൊന്നും കൂടെ വായിക്കാമല്ലോ. 1:2 Hebrews. He hath in these last days spoken unto us by his Son, whom he hath appointed heir of all things, by whom also he made the worlds. By whom he made all things. നമ്മളത് കണ്ടതാ. സകലവും അവൻ മുഖാന്തരമുള്ളവാക്കി. യേശുക്രിസ്തു മുഖാന്തരം ദൈവം സകലവും സൃഷ്ടിച്ചു. അത്രയും മതിയായിരുന്നു ദുരുപദേശകർക്ക് യേശുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കാൻ. എന്നാൽ അപ്പോസ്തലൻ അത്രയും മാത്രം പറഞ്ഞു നിർത്തിയില്ല. ദൈവം സൃഷ്ടി ചെയ്യുന്നതിന് വേണ്ടി
ഉപയോഗിച്ച യേശു ക്രിസ്തു ദൈവത്തെക്കാൾ താണവൻ. കൂടെ വന്നാട്ടെ. അല്ല. അല്ല, താണവനല്ല. പിന്നെ അവൻ ദൈവത്തോട് തുല്യനാണ്, അവൻ ദൈവപുത്രനാണ്. അതാണ് 1-ാം അധ്യായത്തിന്റെ 2, 3, 4 വാക്യങ്ങളിൽ അപ്പോസ്തലൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ആ യേശുവിനെ ദൈവം സകലത്തിനും അവകാശിയാക്കി വെച്ചു. എന്നിട്ട് അവിടെ കാണുന്നു, ആ യേശു ദൈവത്തിന്റെ തേജസ്സിന്റെ പ്രഭയാണ്. അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയുമാണ്. നമ്മളതിൻ്റെയൊക്കെ അർത്ഥം 1-ാം അധ്യായത്തിൽ വെച്ച് പഠിച്ചതായതുകൊണ്ട് അവിടേക്കൊന്നും ഞാൻ പോകുന്നില്ല. സ്തോത്രം. യേശുക്രിസ്തു ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിൽ മാധ്യമമായി വർത്തിച്ചു, ഏജന്റായി പ്രവർത്തിച്ചു. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ ഏജന്റ് ഓഫ് ക്രിയേഷൻ എന്ന് വിളിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ആ ചിന്താഗതികൾ, ആ തത്വശാസ്ത്രം വെച്ച് ദൈവ സൃഷ്ടിയുടെ മാധ്യമമായി പ്രവർത്തിച്ചവൻ ദൈവത്തെക്കാൾ താണവനല്ല, അർദ്ധദൈവമല്ല, പകുതി ദൈവമല്ല. അവൻ പൂർണ്ണ ദൈവമാണ്. പിതാവിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം പുത്രനിലും ഒട്ടും കുറയാതെ തന്നെ ഉണ്ടെന്ന് നമ്മൾ 1-ാം അധ്യായത്തിൽ വെച്ച് തന്നെ പഠിച്ചു. അപ്പോൾ ആ ദുരുപദേശത്തെയും ഇവിടെ അപ്പോസ്തലൻ ഖണ്ഡിക്കുന്നു. ഒന്നാമത്, താൻ ഖണ്ഡിച്ചു ദൈവമാണ് സ്രഷ്ടാവ്, ദൈവത്തിന് സൃഷ്ടിയുമായി നേരിട്ട് ബന്ധമുണ്ട്. രണ്ടാമത് അപ്പോസ്തലൻ പറഞ്ഞു, ദൈവം സൃഷ്ടികർമ്മം നിർവഹിച്ചത് യേശുക്രിസ്തു എന്ന ഏജന്റ് ഓഫ് ക്രിയേഷൻ, സൃഷ്ടിയുടെ മാധ്യമത്തിലൂടെയാണ്. പക്ഷേ ആ ക്രിസ്തു എന്ന സൃഷ്ടി ചെയ്യുവാൻ ദൈവം ഉപയോഗിച്ച മാധ്യമം സ്രഷ്ടാവായ ദൈവത്തോട് തത്തുല്യനാണ്, സകലത്തിലും ഒന്നിലും കുറവുള്ളവനല്ല. അവിടെ യേശുക്രിസ്തുവിന്റെ സമ്പൂർണ്ണ ദൈവത്വത്തെ അരക്കിട്ടുറപ്പിക്കുന്നു. മൂന്നാമത്, സൃഷ്ടികളെ കുറിച്ച്, ക്രിയേഷനെ കുറിച്ച് അവരുടെ ചിന്താഗതി, ഇറ്റ് ഈസ് ഈവിൾ, ഇറ്റ് ഹാസ് നോ സ്പെസിഫിക് പർപ്പസ്. സൃഷ്ടിപ്പ് പ്രത്യേകിച്ച ഉദ്ദേശമൊന്നുമില്ലാത്തതാണ്, അത് അശുദ്ധമാണ്, നശ്വരമാണ്. എന്നാൽ ഇവിടെ സകലവും ദൈവത്തിങ്കലേക്കും ദൈവത്തിനു വേണ്ടിയുമാണെന്ന് ഇവിടെ പ്രസ്താവിക്കുന്നു. സകലവും ദൈവത്തിനു വേണ്ടിയും ദൈവത്തിങ്കലേക്കുമാണ്. So every creation, the entire creation has a definite divine purpose. Without purpose, nothing has been created. ഈ ഭൂമിയിൽ കാണുന്ന, ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ഏറ്റവും നിസ്സാര കാര്യങ്ങൾക്ക് പോലും ഉദ്ദേശമുണ്ട്. ലക്ഷ്യമില്ലാതെ നിർമ്മിക്കപ്പെട്ട, ഉദ്ദേശമില്ലാതെ ഉണ്ടാക്കപ്പെട്ട, മുങ്ങിത്താഴുന്ന ഒരു കപ്പലല്ല ഈ ലോകം, ഈ പ്രപഞ്ചം എന്ന് ഇവിടെ പറയുന്നു.
Because God created it, God has a definite plan, definite purpose. ദൈവമാണ് ഇതിൻ്റെ സ്രഷ്ടാവ് എന്നതിനാൽ ഇവ ഒരു ലക്ഷ്യത്തോടെ നിർമ്മിക്കപ്പെട്ടതത്രേ, ഒരു ഉദ്ദേശത്തിനായി ഉണ്ടാക്കപ്പെട്ടതാണ്. നമ്മളെല്ലാവരും ആ ദൈവത്തിൻ്റെ പദ്ധതിയിലെ പങ്കാളികളാണ്. We all are partakers of that divine eternal purpose. നമ്മളതിനെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ അനാദി നിർണയം എന്ന് പഠിച്ചുകൊണ്ടിരുന്നത്. അനാദി നിർണയം. നാം ഉൾപ്പെടെ, മനുഷ്യരുൾപ്പെടെയുള്ള സൃഷ്ടികൾ അർത്ഥരഹിതരായി, ഉദ്ദേശരഹിതരായി, വെറുതെ ഉണ്ടാക്കപ്പെട്ടവരല്ല. അതെ, നമ്മുടെ കൂട്ടത്തിലും ഒരുപക്ഷെ എൻ്റെ ജനനം കൊണ്ട് എന്ത് പ്രയോജനം എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, ദൈവത്തിൻ്റെ അനാദി നിർണയത്തിൽ ഞാനും നിങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ലക്ഷ്യരഹിതരായി ഉണ്ടാക്കപ്പെട്ടവരല്ല. സ്തോത്രം. വി ആർ നോട്ട് ആക്സിഡന്റ്. നാം എതിർച്ഛയാ ഇങ്ങനെ ഈ ഭൂമിയിൽ അങ്ങ് പിറന്നു വീണതൊന്നുമല്ല. സ്തോത്രം. ദൈവം വളരെ വ്യക്തമായ ഉദ്ദേശത്തോടെ നമ്മെ ഈ ഭൂമിയിലേക്ക് അയച്ചതാണ്. ഇന്നലെയും നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ കണ്ടു. ദൈവത്തിൻ്റെ അൾട്ടിമേറ്റ് പർപ്പസ്, ദൈവത്തിൻ്റെ ആത്യന്തിക ഉദ്ദേശം ഇന്നലെ നമ്മൾ പഠിച്ചത് ഓർമ്മ കാണുമായിരിക്കുമല്ലോ. Glorification. Our glorification, our confirmation with the Son of God. ദൈവപുത്രനോട് നമ്മൾ സദൃശരായി തീരുക, നാം തേജസ്കരിക്കപ്പെടുക. മറ്റൊരു പദം ഇന്നലെ നമ്മൾ കണ്ടു, ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ. സൺഷിപ്പ്, പുത്രത്വം. പുത്രത്വം. സ്തോത്രം. ഇന്നലെ നമ്മൾ പഠിച്ച പുത്രത്വം നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വമാണെന്ന് നമ്മൾ കണ്ടു. സ്തോത്രം. ആ പുത്രത്വം നമ്മൾ പ്രാപിച്ച തേജസ്സുള്ളവരായി ഇറങ്ങി വരുന്നത് കാണുവാൻ സകല സൃഷ്ടികളും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു, ഈറ്റുനോവോടിരിക്കുന്നു, പ്രസവവേദനയോടെ കഴിയുന്നു. അപ്പോൾ നാം എല്ലാവരും ദൈവീക ഉദ്ദേശത്തിൽപ്പെട്ടവരാണ്. നമ്മൾ ആവർത്തിച്ച് പറയാറുള്ളത് നിങ്ങൾക്ക് ഓർമ്മ കാണും, കുറച്ച് നാളായതുകൊണ്ടെന്നോട് ഓർമ്മപ്പെടുത്തിയേക്കാം. We are at the very nucleus of God's purpose. We are at the very nucleus of God's purpose. ദൈവീക ഉദ്ദേശത്തിൻ്റെ ന്യൂക്ലിയസിലാണ് നാം. ദൈവീക ഉദ്ദേശത്തിൻ്റെ കേന്ദ്ര ബിന്ദുവിലാണ് നാം. സ്തോത്രം. ഈ 2-3 ദുരുപദേശങ്ങളെ ഖണ്ഡിച്ചതിന് ശേഷമാണ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരുന്ന ഭാഗം. അത് പ്രത്യേകിച്ച് അവിശ്വാസികളായ യഹൂദന്മാരുടെ ഇടപെടൽ നിമിത്തം വിശ്വാസികളായ യഹൂദ സഭയ്ക്കുണ്ടായ അബദ്ധമാണ്. അതിൽ നിന്നും അവരെ കരകയറ്റുവാനുള്ള അപ്പോസ്തലന്റെ വളരെ തീവ്രമായ പരിശ്രമമാണ് ഈ വാക്യത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന 4-ാമത്തെ ഖണ്ഡനം. നമ്മളത് ഇതിനോടകം തന്നെ പഠിച്ചു. എന്താണ്? ആരെക്കുറിച്ചാണത്? Jesus Christ, our captain. സ്തോത്രം. Salvation. Christ, the captain of our salvation. അവിടെ നാം കാണുന്നു നമ്മുടെ രക്ഷാനായകനായ യേശു ക്രിസ്തുവിനെ
കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് ദൈവത്തിന് യുക്തം ആയിരുന്നു. സ്തോത്രം. നമ്മൾ ആ വിഷയത്തിൽ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് നിൽക്കുകയായിരുന്നല്ലോ. യഹൂദനെ സംബന്ധിച്ച് കഷ്ടം അനുഭവിക്കുന്ന, മരിച്ചു മാറിപ്പോകുന്ന ഒരു മശിഹ ക്രിസ്തു സ്വീകാര്യമല്ല. ജോൺ 12:32, യോഹന്നാൻ 12:32 നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ച് പഠിച്ചതാണ് ആ ഭാഗം. And I, when I am lifted up from the earth, will draw all people to myself. യേശു കർത്താവ് പറയുന്ന വാക്കുകൾ, ഇഫ് I'll be lifted up, ഞാനോ ഉയർത്തപ്പെട്ടാൽ. നമ്മൾ അറിയുന്നു, നമ്മൾ പഠിച്ചതാണത് 2 ആഴ്ചയ്ക്ക് മുമ്പ്. യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ പറ്റിയാണ് പറയുന്നത്. Christ is predicting his crucifixion here. അടുത്ത വാക്യം 33. He said this to show by what kind of death he was going to die. Yeah. So lifted up. That means what kind of death Christ is to endure. ക്രിസ്തു ഏത് വിധത്തിലെ മരണം വരിക്കും എന്ന് പറഞ്ഞതാണ് ഞാൻ ഉയർത്തപ്പെട്ടാൽ എന്ന് പറഞ്ഞു വെച്ചത്. ക്രൂശീകരണം, ക്രൂശുമരണം എന്നാണ് അർത്ഥമാക്കിയത്. അത് കേട്ടുകൊണ്ടിരുന്ന യഹൂദന്മാർക്ക് മനസ്സിലായി മരണത്തെക്കുറിച്ചും മരണവിധത്തെക്കുറിച്ചുമാണ് പറയുന്നതെന്ന്. നമുക്ക് വേണ്ടത് ഇത് രണ്ടും അല്ല. 34 വാക്യമാണ്, 34. So the crowd answered him, we have heard from the law that the Christ remains forever. How can you say that the Son of Man must be lifted up? Who is the Son of Man? People, the crowd is now in confusion. യേശുകർത്താവിന്റെ തന്നെ വാക്കുകളിൽ ഇപ്പോൾ പുരുഷാരം ഒരു വല്ലാത്ത കുഴച്ചിലായി. അവരുടെ കുഴച്ചിൽ മറ്റൊന്നിലുമല്ല, മശിഹായെക്കുറിച്ചുള്ള അവരുടെ ചിന്താഗതിയും യേശുക്രിസ്തുവിന്റെ പഠിപ്പീരും തമ്മിൽ ചേരുന്നില്ല. ഇതുവരെ യേശുകർത്താവ് പറഞ്ഞ് താൻ തന്നെയാണ് മശിഹ എന്ന് ഏതാണ്ടൊക്കെ യഹൂദന്മാർ ഉറപ്പിച്ചു. ശരി, യേശു തന്നെ മശിഹ എന്ന് യഹൂദന്മാർ ഏതാണ്ടൊക്കെ ഇങ്ങനെ മനസ്സിൽ ഉറപ്പിച്ചിരുന്നപ്പോഴാ കർത്താവ് പറയുന്നത്, ഞാനോ ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും. ഇത് കേട്ട് വിശ്വാസത്തിലേക്ക് വന്നുകൊണ്ടിരുന്ന യഹൂദന്മാർക്ക്, പുരുഷാരത്തിന് ഒരു കുഴച്ചിൽ. അവരെ 34 വാക്യത്തിൽ പറഞ്ഞു, we have heard from the law that Christ remains forever. ന്യായപ്രമാണത്തിൽ നിന്നും ഞങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ക്രിസ്തു വന്നാൽ അവൻ എന്നേക്കും ഇരിക്കേണ്ടതാകുന്നു എന്ന്. We have heard about the eternality of Christ. ക്രിസ്തുവിന്റെ നിത്യത്വത്തെ കുറിച്ച് ഞങ്ങൾ ന്യായപ്രമാണത്തിൽ നിന്നും കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഞങ്ങൾ കാത്തിരിക്കുക. നീയാണ് മശിഹ എന്ന് ഞങ്ങൾക്ക് ഏകദേശമൊക്കെ ഉറപ്പായി. പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞത് ഞങ്ങൾക്ക് ഒരു എത്തും പിടിയും കിട്ടാത്ത കാര്യമാണ്. ന്യായപ്രമാണത്തിൽ നിന്നും ഞങ്ങൾ പഠിച്ചിട്ടുള്ളത് എന്തുവാ? ശബ്ദമൊന്ന് മാറി കേൾക്കാനും കൂടെയാ. നിങ്ങളൊന്ന് കൂടെ വന്നാട്ടെ. ക്രിസ്തു എന്നിരിക്കുന്നുള്ളൂ.
ക്രിസ്തു എന്നേക്കും ഇരിക്കും. ക്രിസ്തു വന്നാൽ ട്രാൻസ്ഫർ ഇല്ല, മരണമില്ല, മാറ്റമില്ല, എന്നേക്കും ഇരിക്കും. പിന്നെ ഇലക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല, എന്നേക്കും ഇരിക്കും. സ്തോത്രം. പിന്നെ എങ്ങനാ നീ ഉയർത്തപ്പെടുമെന്നും മരിക്കുമെന്നും ഒക്കെ പറയുന്നേ? അപ്പോൾ പിന്നെ ഈ മനുഷ്യപുത്രൻ ആരാ? ക്രിസ്തു അല്ലേ? ഇതായിരുന്നു അവരുടെ പ്രശ്നം. ആ പ്രശ്നത്തിന്, ദാറ്റ് മീൻസ് ഫോർ ദീസ് ബോത്ത് Jews, the unbelieving Jews and the backsliding Jews, for both of these Jewish community, now the cross of Christ was an offense. രണ്ട് യഹൂദ സമൂഹം, സത്യത്തിൽ 3 എന്ന് നമുക്ക് പറയാം. ഒന്ന്, ക്രിസ്തുവിൽ വിശ്വസിച്ചിട്ടില്ലാത്ത യഹൂദ സമൂഹം. 2, യേശുക്രിസ്തുവിൽ വിശ്വസിച്ച യഹൂദ സമൂഹം. 3, വിശ്വസിച്ചിട്ട് പിന്മാറിക്കൊണ്ടിരിക്കുന്ന യഹൂദ ക്രിസ്ത്യാനികൾ. ഇങ്ങനെ 3 യഹൂദ സംഘങ്ങളെ നമുക്കിവിടെ കാണാം. അൺബിലീവിംഗ് majority of Jewish group, then a minority of believing Jewish community, and now a larger group of backsliding believers from the Jewish church, Jewish Christian church, Hebrew church. ഇതിൽ വിശ്വാസികൾക്ക് പ്രശ്നമില്ല, നാളെ പ്രശ്നമായേക്കാം, ഇപ്പൊ പ്രശ്നമില്ല. അതുകൊണ്ട് ഈ കൂട്ടരോട് അപ്പോസ്തലൻ പറയുകയാണ്, the cross of Christ is an offense to you. നിങ്ങളെ സംബന്ധിച്ച് യേശു ക്രിസ്തുവിന്റെ ക്രൂശ് ഒരു ഇടർച്ചയാണ്. നിങ്ങൾക്ക് യേശുവിന്റെ ക്രൂശ് ഒരു ഇടർച്ചയാണ്. Here the apostle is trying to remove that offense of the cross by describing how fitting was it to God to crucify the Christ. ദൈവത്തിന് ക്രിസ്തുവിനെ ക്രൂശിച്ചു കൊല്ലുവാൻ എങ്ങനെ യുക്തമായി തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ യഹൂദ വിശ്വാസികളുടെയും പിന്മാറ്റക്കാരുടെയും അവിശ്വാസികളായ യഹൂദന്മാരുടെയും മനസ്സിൽ നിന്ന് ക്രൂശിന്റെ ഇടർച്ച തുടച്ചു മാറ്റുവാനുള്ള ശ്രമത്തിലാണ് അപ്പോസ്തലൻ. സ്തോത്രം. ക്രൂശിന്റെ ഇടർച്ചയെ മാറ്റുവാനുള്ള ശ്രമമാണ് അപ്പോസ്തലൻ ഇവിടെ നടത്തുന്നത്. കൂടെ വരുന്നുണ്ടല്ലോ? ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടോ? പ്ലീസ്. ഒന്നുമില്ല. വളരെ വിചിത്രമായ ഒരു പ്രസ്താവനയാണ് ഇവിടെ. സ്തോത്രം. യേശുവിനെ ക്രിസ്തുവായി അവതരിപ്പിച്ചിട്ട്, യേശുവിനെ ദൂതന്മാരെക്കാൾ വലിയവനായി ചിത്രീകരിച്ചിട്ട്, യേശുവിനെ ദൈവത്തോട് തത്തുല്യനായി അവതരിപ്പിച്ചിട്ട്, പിന്നെ
ദൂതന്മാരെക്കാൾ അല്പം മാത്രവും അല്പകാലത്തേക്ക് മാത്രവും താഴ്ച വന്നവനായി എന്ന് പറഞ്ഞ് ആ ക്രിസ്തുവിനെ പാപരഹിതനായ, പാപമില്ലാത്ത ആ ക്രിസ്തുവിനെ ഇത്രയും ദാരുണമായ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നത് ദൈവത്തിന് യുക്തമായിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്കതിൽ എന്ത് യുക്തിയാ തോന്നുന്നേ? മനസ്സിലായോ? Christ is presented here in a unique way, but amazingly, the apostle is declaring in verse number 10 of chapter 2 in Hebrews that it was very fitting to God the Father to let his Christ be crucified. The most excruciating pain of the cross. ഏറ്റവും ദാരുണമായ മരണം, ഏറ്റവും ഹീനമായ, നിന്ദ്യമായ, അപഹാസ്യമായ, ഏറ്റവും വേദനാജനകമായ, ദീർഘനാളുകൾ മരണത്തിനു വേണ്ടി എടുക്കുന്ന, പെട്ടെന്ന് മരിക്കാത്ത, നരകിച്ചു മരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ക്രൂശ് മരണത്തിന് വേണ്ടി പുത്രനെ ഏൽപ്പിച്ചതിലൂടെ പിതാവിന്റെ യുക്തി എന്തായിരുന്നു? എന്തായിരുന്നെന്ന് എടുത്തു പറയാതെ അപ്പോസ്തലൻ പറയുന്നു, അത് യുക്തമായിരുന്നു. How it was reasonable to crucify Christ and perfect him through suffering. സ്തോത്രം. ഇന്നത്തെ ഓൺലൈൻ പത്രത്തിൽ ഉച്ച കഴിഞ്ഞ് ഞാൻ വായിച്ച ഒരു വാർത്ത, നിങ്ങളൊക്കെ വായിച്ചു കാണും. പാക് ഒക്കുപ്പൈഡ് കാശ്മീരിൽ, പാക് അധിനിവേശ കാശ്മീരിൽ കൊല്ലപ്പെട്ട ഡോക്ടർ ഹംസ ബുർഹാൻ. പുതിയ വാർത്തകൾ ഇങ്ങനെ വന്നപ്പോൾ അതിലാദ്യം വന്ന വാർത്ത ഇങ്ങനെയാണ്: 40 ജവാന്മാരുടെ ചോരയ്ക്കും മറുപടി. പുൽവാമ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ പാക് ദേശ കാശ്മീരിൽ കൊല്ലപ്പെട്ടു. 2019 ഇന്ത്യ കണ്ടതിൽ വെച്ച് വളരെ ഭീകരമായ ഒരു ആക്രമണമായിരുന്നു പുൽവാമയിൽ നടന്നത്. BSF അല്ലെങ്കിൽ സുരക്ഷാ ജവാന്മാരുടെ ട്രക്കുകൾക്ക് നേരെ സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനം ഇടിച്ചു കയറ്റി സൂയിസൈഡ് ബോംബായി പാക് തീവ്രവാദികൾ ഭീകരാക്രമണം നടത്തി. അതിൽ ഔദ്യോഗിക കണക്കനുസരിച്ച് 40 സുരക്ഷാ ഭടന്മാരാണ് ഇന്ത്യക്ക് നഷ്ടപ്പെട്ടത് 2019. അതിന്റെ മുഖ്യ സൂത്രധാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന
വ്യക്തിയാണ് ഈ ഡോക്ടർ എന്ന് വിളിക്കപ്പെടുന്ന ഹംസ ബുർഹാൻ. എന്ത് ഡോക്ടറാണെന്ന് പുള്ളിയെ ഡോക്ടർ എന്നാ വിളിക്കുന്നത്? ഹംസ ബുർഹാൻ. അജ്ഞാതരുടെ വെടിയേറ്റു മരിച്ചു എന്നാണ് ഇന്ന് വാർത്ത വന്നത്. അജ്ഞാതരുടെ വെടിയേറ്റ് ഈ തീവ്രവാദി നേതാവും മരിച്ചു എന്ന് പറയുമ്പോൾ ഇന്ത്യൻ പത്രങ്ങൾ, ഇന്ത്യൻ വാർത്താ മാധ്യമങ്ങൾ അതിനെ എന്ത് വിളിക്കുന്നു? എ ഫിറ്റിംഗ് ഡെത്ത്, അല്ലേ? എ ഫിറ്റിംഗ് ഡെത്ത്. യോഗ്യമായ, തക്കതായ മരണം. അതേസമയം രാജ്യത്തിന്റെ നന്മയ്ക്കു വേണ്ടി പ്രവർത്തിച്ച പല രാഷ്ട്ര നേതാക്കന്മാരും മഹാത്മജി ഉൾപ്പെടെ ഉള്ളവർ കൊല്ലപ്പെട്ടിട്ടുണ്ട്, രക്തസാക്ഷികളായിട്ടുണ്ട്. എന്നാൽ അവരുടെ ആരുടെയും മരണത്തെ നമ്മൾ എങ്ങനെ പറയത്തില്ല? എ ഫിറ്റിംഗ് ഡെത്ത്, യോഗ്യമായ മരണമെന്ന് വിളിക്കില്ല. മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള നമ്മുടെ രാഷ്ട്ര നേതാക്കൾ പലരും രാഷ്ട്രീയം മറന്ന് രാഷ്ട്രത്തിന് വേണ്ടി ജീവൻ കൊടുത്തിട്ടുണ്ട്, രാഷ്ട്രത്തിനായി രക്തസാക്ഷികളായിട്ടുണ്ട്. അവരുടെ ആരുടെ മരണത്തെ ആരും യോഗ്യമായ മരണമെന്ന് വിശേഷിപ്പിക്കില്ല. എന്നാൽ ജീവനോടെ പിടിച്ച ഭീകരവാദികൾക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കുമ്പോൾ, തൂക്കുകയർ കൊടുക്കുമ്പോൾ ഒക്കെ നമ്മുടെ മാധ്യമങ്ങൾ കൊട്ടിഘോഷിക്കും യോഗ്യമായത്, യോഗ്യമായത്. അവർ മാത്രമല്ല, മറ്റു പല കുറ്റവാളികൾക്കും അങ്ങനെയുള്ള ശിക്ഷകൾ കൊടുക്കുമ്പോൾ അങ്ങനെയാണ് നമ്മൾ പറയുക. എന്നാൽ ഇവിടെ പാപരഹിതനായ യേശു, ദൈവപുത്രനായ മശിഹ, ലോകത്തിൽ ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള മരണമുറകളിൽ ഏറ്റവും ക്രൂരമായ മരണത്തിന് വിധിക്കപ്പെട്ടപ്പോൾ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി എ ഫിറ്റിംഗ് ഡെത്ത്. സ്തോത്രം. യുക്തമായ മരണം, യോഗ്യമായ മരണം. എന്തുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ ഇത്രയും ഘോരമായ, ഭീകരമായ, ബീഭത്സമായ മരണത്തെ വേദപുസ്തകം യോഗ്യമായ മരണം, യുക്തമായ മരണമെന്ന് വിളിക്കുന്നത്? Why Jesus' excruciating death on the cross is called, it was a fitting death. Okay, because of the gravity of human sin. Very good. Righteousness of God. Righteous God. Very nice. Justice, God's justice. Of course. In my learning and in my readings, I have come across a couple of points which I would just share with you. നിങ്ങൾ പറഞ്ഞ 2-3 കാര്യങ്ങൾ കൃത്യമായതാണ്. സ്തോത്രം. എൻ്റെ ധ്യാനത്തിലും പഠനത്തിലും എനിക്ക് മനസ്സിലായ ചില വസ്തുതകൾ നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കുന്നു. Why
death was a fitting death. Why? It was fitting to God to let the Messiah go through this severe Roman cross and crucifixion. തൻ്റെ ക്രിസ്തുവിനെ ദൈവം എന്തുകൊണ്ട് ഈ റോമൻ കുരിശിൽ കയറുവാൻ അനുവദിച്ചു? സ്തോത്രം. എന്തുകൊണ്ട് അത് യുക്തമായി ദൈവത്തിന് തോന്നി? സ്തോത്രം. യുക്തമായി ദൈവത്തിന് തോന്നി. ചില വസ്തുതകൾ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. അതിൽ ഒരു കാര്യം നിങ്ങൾ ഒന്നിലധികം പേര് പറഞ്ഞതാണ്. ബിക്കോസ് ഓഫ് God's characteristic, because of God's nature, it was fitting to let Christ be lifted up on the cross. ദൈവത്തിൻ്റെ സ്വഭാവം നിമിത്തം യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുന്നത് യുക്തമായിരുന്നു. യേശുവിൻ്റെ ക്രൂശ് മരണം യുക്തമായ മരണമായിരുന്നു. അതിന് ഒന്നാമത്തെ കാരണമാണ് ദൈവത്തിൻ്റെ സ്വഭാവം. ദൈവത്തിൻ്റെ സ്വഭാവം. സ്തോത്രം. Because of divine nature. സ്തോത്രം. Because this death of Jesus Christ on the cross displays, manifests God's perfect nature. God's perfect nature. നമ്മൾ നേരത്തെ പറഞ്ഞു വിട്ടിട്ടുണ്ട് കാര്യം. ഒരു തലക്കെട്ടിൽ നമ്മളിപ്പോൾ അതിനെ കൊണ്ടുവരുന്നേ ഉള്ളൂ. സ്തോത്രം. മൂന്നായിട്ട് നമുക്കതിനെ തിരിക്കാം. പക്ഷെ മൂന്നും കൂടെ നമ്മൾ നേരത്തെ പല പ്രാവശ്യം പഠിച്ചിട്ടുള്ളതായതുകൊണ്ട് ഒരുമിച്ച് അങ്ങ് പറഞ്ഞു വിടുന്നതേ ഉള്ളൂ, സമയം ലാഭിക്കുന്നതിന് വേണ്ടി. ദൈവത്തിൻ്റെ പ്രധാനപ്പെട്ട 3-4 സ്വഭാവങ്ങൾ ഇതിൽ വെളിപ്പെടുന്നുണ്ട്. അതിലൊന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധിയാണ്. 2 ദൈവത്തിൻ്റെ നീതിയാണ്. 3 ദൈവത്തിൻ്റെ സ്നേഹവും. എപ്പോഴത്തെയും പോലെ തന്നെ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം യുക്തമായി തീരുന്നത് ആ ക്രൂശ് മരണത്തിലൂടെ ദൈവത്തിൻ്റെ പ്രകൃതം, സ്വഭാവം വെളിപ്പെടുന്നു എന്നുള്ളതാണ്. സ്തോത്രം. കാണാമല്ലോ. ഈ ഞാനിരിക്കുന്ന മുറിയിലെ മാത്രം ലൈറ്റ് പോയി. ഇലക്ട്രിസിറ്റി പോയതാണോ ഇൻവെർട്ടറിലാണോ ബാക്കിയെന്ന് സംശയിക്കുന്നു. ഏതായാലും അല്പനേരം കൂടെ ഉള്ളല്ലോ.
ശബ്ദത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ? നോ പാസ്റ്റർ, നല്ലതായിട്ട് ഒരു കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ നമ്മള് നോക്കിയത്, ഓക്കെ, ദൈവത്തിന്റെ ഈ 3 വിശേഷപ്പെട്ട സ്വഭാവം നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ളത് കൊണ്ട് ഒത്തിരി ആവർത്തിക്കേണ്ടതില്ലല്ലോ. ഗോഡ്സ് ഹോളിനെസ് മീൻസ് God cannot comprehend and compromise with sin, but instead he hates sin in his holiness. ദൈവത്തിന്റെ പരിശുദ്ധി എന്ന് പറയുന്ന പ്രകൃതം അതെങ്ങനെയാണ് വെളിപ്പെടുന്നത്? ദൈവത്തിന്റെ പരിശുദ്ധിയാൽ ദൈവം പാപത്തെ വെറുക്കുന്നു. പാപത്തെ തന്റെ പരിശുദ്ധിയിൽ ഉൾക്കൊള്ളുന്നില്ല. പാപത്തോട് ഒരു തരത്തിലുമുള്ള അനുരഞ്ജനം ദൈവത്തിന്റെ പരിശുദ്ധി നിമിത്തം സാധ്യമല്ല. This is what is when we call God holy. ദൈവത്തെ പരിശുദ്ധൻ എന്ന് നമ്മൾ വിളിക്കുന്നതിന്റെ അർത്ഥമാണ് ഈ പറഞ്ഞ 3 കാര്യങ്ങൾ. ഒന്ന്, ദൈവം തന്റെ പരിശുദ്ധിയിൽ പാപത്തെ വെറുക്കുന്നു. He hates sin. 2, he cannot comprehend it. ദൈവത്തിന് ഒരു തരത്തിലും പാപത്തെ ഉൾക്കൊള്ളാൻ കഴിയില്ല തന്റെ പരിശുദ്ധിയിൽ. 3, നോ കോംപ്രമൈസ്. ഒരു തരത്തിലുമുള്ള അനുരഞ്ജനം പാപവുമായിട്ട് ദൈവത്തിനില്ല. അപ്പോൾ യേശുക്രിസ്തുവിനെ ക്രൂശിച്ചു കൊല്ലുവാൻ ദൈവത്തിന് യുക്തമായി എന്ന് പറയുമ്പോൾ, ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിലൂടെ ദൈവം പാപത്തോടുള്ള തന്റെ മനോഭാവത്തെ വെളിപ്പെടുത്തുകയാണ്. God is displaying his holy attitude towards sin by crucifying Jesus Christ on a Roman cross. വ്യക്തമാണല്ലോ? സ്തോത്രം. 2, പ്രകൃതത്തിൽ തന്നെയുള്ള രണ്ടാമത്തെ കാര്യം, ദൈവത്തിന്റെ റൈച്ചസ്നെസ് ആൻഡ് ജസ്റ്റിസ്. The cross of Christ displays a fitting death as his cross manifests God's righteousness and justice. Praise God. റോമാലേഖനം 3-ാം അധ്യായത്തിന്റെ 24 മുതൽക്കുള്ള വാക്യങ്ങളിൽ അതാണ് പൗലോസ് അപ്പോസ്തലൻ വ്യക്തമാക്കുന്നത്. റോമൻസ് 3:24 following, 24, 25, 26 അവിടങ്ങളിൽ പൗലോസ് പറയുന്നുണ്ട്, it was to demonstrate his righteousness on the cross. ക്രൂശിൽ ദൈവം തന്റെ നീതിയെ പ്രദർശിപ്പിച്ചു. ക്രൂശിൽ ദൈവം തന്റെ നീതിയെ പ്രദർശിപ്പിച്ചു. നീതി എന്താണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? Right standing with God, sorry. Right standing with God, or no, when we say God is righteous, what does it mean?
In other way, righteousness is right standing with God. It is there. But when we say God is righteous or God demonstrate his righteousness on the cross, what does it actually mean? പാപത്തിന് ശിക്ഷ വിധിക്കുന്നതാണ് ദൈവത്തിന് നീതി. Amen. Very good. ദൈവത്തിന്റെ നീതി എന്ന് പറഞ്ഞാൽ ഏറ്റവും സരളമായിട്ട് ഇതാണ്: പാപത്തിന് ശിക്ഷ വിധിക്കുക. സ്തോത്രം. When we say God is righteous, we mean that in his righteousness, God cannot let sin unpunished. പാപത്തെ ശിക്ഷിക്കാതെ വിടാത്ത ദൈവത്തിന്റെ പ്രകൃതത്തിന്റെ പേരാണ് ദൈവത്തിന്റെ നീതി. സ്തോത്രം. ദൈവം നീതിമാൻ എന്ന് പറയുമ്പോൾ ദൈവം പാപത്തിന് ശിക്ഷ വിധിച്ചിരിക്കും. പാപത്തിന് ശിക്ഷ വിധിക്കാതിരിപ്പാൻ ദൈവത്തിന്റെ നീതിയിൽ ദൈവത്തിന് കഴിയുകയില്ല. അതുകൊണ്ട് നമുക്കറിയാം, ക്രൂശിൽ ദൈവം ചെയ്തത് എന്താണ്? സ്തോത്രം. റോമർ 8:3 നമ്മൾ വായിക്കുന്നു. റോമൻസ് 8:3. അവിടെ നമ്മൾ കാണുന്നു, യേശു ക്രിസ്തുവിന്റെ ജഡത്തിൽ, ശരീരത്തിൽ പാപത്തിന് ശിക്ഷ വിധിച്ചു. God in the flesh or the body of Jesus Christ condemned sin. യേശുക്രിസ്തുവിന്റെ ജഡത്തിൽ പാപത്തിന് ശിക്ഷ വിധിച്ചു, തന്റെ നീതിയെ പ്രദർശിപ്പിച്ചു. സ്തോത്രം. എന്നാ പിന്നെ ഈ പാപികളെ അങ്ങ് ശിക്ഷിച്ച പോരായിരുന്നു. പാപം ദൈവമായിരുന്ന, പാപം ചെയ്തിട്ടില്ലാത്ത യേശുവിനെ പിടിച്ച് ക്രൂശിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അവിടെയാണ് ദൈവത്തിന്റെ മൂന്നാമത്തെ പ്രകൃതം, സ്നേഹം വെളിപ്പെടുന്നത്. സ്തോത്രം. പാപിയോടുള്ള ദൈവത്തിന്റെ സ്നേഹം, പാപിയോടുള്ള ദൈവത്തിന്റെ സ്നേഹം. സ്തോത്രം. ഒരൊറ്റ പാപി പോലും നശിച്ചു പോകരുതെന്ന് ദൈവം ആഗ്രഹിച്ചിട്ട് പാപിയോടുള്ള ദൈവത്തിന്റെ സ്നേഹാതിരേകത്താൽ പാപം ചെയ്യാത്ത ഒരുവനെ, പാപം ചെയ്യാത്ത തന്റെ ഏകജാതനെ നമുക്കെല്ലാവർക്കും വേണ്ടി റാൻസമായി, മറുവിലയായി കൊടുപ്പാൻ അവിടുത്തേക്ക് ഇഷ്ടമായി. സ്തോത്രം. അപ്പോൾ അങ്ങനെ ദൈവത്തിന്റെ പരിശുദ്ധിയും നീതിയും ന്യായവും പാപിയോടുള്ള സ്നേഹവും പ്രദർശിപ്പിക്കപ്പെടുന്ന മനോഹര സംഗമസ്ഥാനമാണ് യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണം എന്നതിനാൽ അത് ദൈവത്തിന് യുക്തമായിരുന്നു എന്ന് നമുക്ക് പറയാം. It was befitting to God, because this was the very place where God demonstrates his holiness and righteousness towards sin,
and love towards sinner. സ്തോത്രം. ദൈവത്തിൻ്റെ പാപത്തോടുള്ള തൻ്റെ പരിശുദ്ധിയും നീതിയും ന്യായവും പാപിയോടുള്ള സ്നേഹവും പ്രദർശിപ്പിക്കുന്ന ഏറ്റവും മനോഹരമായ പ്രദർശനശാലയാണ് കുരിശ് എന്നതിനാൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം യുക്തമായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. ബാക്കിയുള്ളത് കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നാളെയാകാം. പ്രിയരെ, നമുക്ക് വേണ്ടി ഇങ്ങനെ മരണം വരിപ്പാൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്താൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിന്റെ കർത്താവായി ഏറ്റുകൊണ്ട് വിശുദ്ധിയെ തികച്ച് ക്രിസ്തുവിന്റെ വരവിനായി നമുക്ക് ഒരുങ്ങാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.